ഒരു മാസം മുമ്പ് എല്ലാ പരിപാടികളും ഒഴിവാക്കിയായിരുന്നു ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്നൊരു തലവേദന. കുറച്ച് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. ടാബ്ലറ്റ് കുടിച്ച് കിടന്ന് എഴുന്നേറ്റപ്പം ലേറ്റ് ആയി പോയി. ഇത് ബെഡ്ഷീറ്റ് അല്ല, ഷർട്ടാണ്. ഇത് വിട്ടു പോയാൽ എല്ലാവരും ശ്രദ്ധിച്ചാലെന്ന് വിചാരിച്ച് ഞാൻ ബസ്സിൽ പോയില്ല, ഊബർ വിളിച്ചു പോയി. എന്റെ നാട്ടുകാരെല്ലാരും GCC കൺട്രീസിലേക്ക് പോകുമ്പോൾ ഞാൻ മാത്രം കാനഡയിലേക്ക് വന്നതുകൊണ്ട് ലാംഗ്വേജ് ആയ കാസർഗോഡ് ഭാഷയിൽ നാട്ടിലെ കഥകളൊന്നും പറയാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. എനിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ആൾക്കാർ കുറവാണ്, ഉള്ള ആൾക്കാർക്ക് ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ വർഷം ഞാൻ കാനഡയിൽ എത്തിയതിന് തൊട്ട് മുമ്പായിരുന്നു കാസർഗോഡ് മീറ്റപ്പ് ആണ്. ആരെങ്കിലും കണ്ട് രണ്ട് കമന്റ് അടിക്കാൻ വേണ്ടി അവിടെ ഒരാൾ മൈക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഫുൾ പ്ലെയർ ആണെന്നും പറഞ്ഞ് ട്രോഫി ഒക്കെ എടുത്തോണ്ടാണ് ഷാമിൽ നേരെ പരിപാടിക്കാൻ. ട്രോഫി പിന്നെ കുറെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോകേണ്ടി, അതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. വീഡിയോസിൽ തള്ളുമ്പോഴല്ല സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്. സ്റ്റേജിൽ കയറുമ്പോൾ എന്റെ കൈ പറയും. ഇത് ഞാൻ പാട്ട് പാടുന്നല്ല, ഓഡിയൻസിനോട് സംസാരിക്കുന്നതാണ്. കാരണം പാട്ട് പാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് പോസ് മാറ്റാൻ പറഞ്ഞു. ഫുഡ് ഞാൻ കുറച്ചെടുത്തു, അതുകൊണ്ട് തന്നെ പ്ലേറ്റിൽ കുറെ സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റി. പ്രധാനപ്പെട്ട പ്രൊഫഷനായ ലോയർ പിന്നെ പോലീസ് ഓഫീസറിന് പോലും എനിക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. ചിരിയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവസാനം ഫോട്ടോ എടുത്ത് ചെറിയൊരു കൈമുട്ടിപ്പാട്ടും കഴിഞ്ഞ് എല്ലാവരോടും ഒന്ന് കഥ പറഞ്ഞു. ഒരു വർഷം മുമ്പ് പരിചയപ്പെട്ട് ഇന്ന് നേരിക്കണ്ട നിസാമിന്റെ കൂടെ നേരെ വീട്ടിലേക്ക്.